അഫ്ഗാനിസ്ഥാനിൽ 70ഓളം ഭീകരവാദികളെ അല്ലെങ്കിൽ തീവ്രവാദികളെ വധിച്ചുവെന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുന്നു. അയൽ രാജ്യമായ അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തെ തുടർന്നാണ് അവർ ഈ അവകാശവാദം ഉന്നയിച്ചത്. പക്ഷെ അഫ്ഗാൻ പറയുന്നു സാധാരണക്കാരായ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ഗ്രാമീണരാണ് കൊല്ലപ്പെട്ടത്. അതുകൊണ്ട് താലിബാന്റെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടി ഉടൻ പാകിസ്ഥാൻ ഉണ്ടാകും. കേട്ട വാദി കേൾക്കാത്ത വാദി അസിം മുനീർ ഇപ്പോൾ അവിടെ നിന്ന് ഓടി നാകിക്കുന്നത്. കാരണം സൈന്യത്തിന് ഈ ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിൽ ഉൾപ്പെടെ തെഹ്രീക്കെ താലിബാനെ ഒന്നും പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയായിരിക്കും താലിബാന്റെ നീക്കത്തെ ഇനി പാകിസ്ഥാൻ നോക്കി കാണുക? ഈ അഫ്ഗാനിസ്ഥാന് ഒരു എയർഫോഴ്സ് ഒന്നുമില്ല. പാകിസ്ഥാനുമായിട്ട് താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ ആയുധശക്തിയിൽ അഫ്ഗാൻ വളരെ വീക്കാണ്. പക്ഷേ അവരുടെ നിശ്ചയദാർഢ്യം വളരെ വലുതാണ്. പഴയ വിയറ്റ്നാംകാരെ പോലെ ഇങ്ങനെ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റുള്ള ആൾക്കാർ. അപ്പോൾ അഫ്ഗാനിസ്ഥാൻ്റെ തിരിച്ചടി എന്ന് പറഞ്ഞാൽ വേറൊരു ഭീകരാക്രമണമായിരിക്കും. ഭീകരൻ എന്ന് പറയുന്നത് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ ഭീകരൻ എന്ന് വിളിക്കും, അവർ ഇവരെ ഭീകരൻ എന്ന് വിളിക്കും. അതാണ് എന്തോ ആയിക്കോട്ടെ, അങ്ങനത്തെ ചില സ്ഫോടനങ്ങൾ ഓർഗനൈസ് ചെയ്യാനാണ് അഫ്ഗാനിസ്ഥാന് കഴിയുക. തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാൻ TTP എന്ന് പറയുന്നത് ബേസിക്കലി ഇറാൻ പിന്തുണയുള്ള ഒരു തീവ്രവാദ ഗ്രൂപ്പാണത്. അവർ ഇപ്പോൾ ഇറാൻ താല്പര്യമെടുത്താൽ അവരും കൂടെ ചേരും, അതല്ലെങ്കിൽ അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് എപ്പോഴും പോകാറുള്ളത്. അഫ്ഗാനിസ്ഥാൻ എന്തെങ്കിലും ചെയ്താലും ചെയ്തില്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ നല്ല ബന്ധമാണെങ്കിലും അല്ലെങ്കിലും TTP അവരുടെ ജോലി തുടർന്നുകൊണ്ടേയിരിക്കും. അതുപോലെയാണ് BLA, ബലൂച്ച് ലിബറേഷൻ ആർമി. അവർ അഫ്ഗാനിസ്ഥാനുമായിട്ട് കോർഡിനേറ്റ് ചെയ്തൊന്നും അല്ല വർക്ക് ചെയ്യുന്നത്. അവരവരുടെ സ്വന്തം നിലയ്ക്ക് സ്ഫോടനങ്ങൾ നടത്തുക, ട്രെയിൻ ഹൈജാക്ക് ചെയ്യുക, പട്ടാളക്കാരെ വെടിവെച്ച് കൊല്ലുക, അങ്ങനെയൊക്കെ. ഒരു കണക്കിന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനേക്കാൾ വലിയ ഭീഷണി പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ബലൂചിസ്ഥാനിലാണ്. ബലൂചിസ്ഥാനിൽ ചൈനയ്ക്കും താല്പര്യമുണ്ട്. ചൈന അവരുടെ CPEC ഉണ്ടല്ലോ, ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ, അതിപ്പോൾ അടുത്ത കാലത്ത് ചൈന അതിനുള്ള ഫൈനാൻസ് നിർത്തിവെച്ചു. കാരണം അത് ഉണ്ടാക്കിയിട്ട് അതെങ്ങും എത്താനൊന്നും പോകുന്നില്ല. കാരണം അതിൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഇവിടെയാണ്, ബലൂചിസ്ഥാനിലാണ്. ഗ്വാദർ പോർട്ടും ഒക്കെ വലിയൊരു ശതമാനം കോറിഡോർ, ആ കോറിഡോറിൻ്റെ വലിയൊരു ശതമാനം അവസാനം കടന്നു പോകുന്നത് ബലൂചിസ്ഥാനിലൂടെയാണ്. ബലൂചിസ്ഥാൻകാർ ചൈനക്കാരെ കൊല്ലുന്നു, ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ടുള്ള ഭീകരപ്രവർത്തനമാണ് അവർ. ചൈനയ്ക്ക് അത് മുതലാകുന്നില്ല. പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ള ത്രാണി പാകിസ്ഥാനില്ലതാണ്. ഞങ്ങൾ പ്രൊട്ടക്ഷൻ തരാം, പട്ടാളത്തെ വിടാമെന്നൊക്കെ പറയും, വിടുകയും ചെയ്യും കുറച്ചൊക്കെ. പക്ഷെ അതൊന്നും BLAയുമായിട്ട് അവരുടെ ശക്തിയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഒന്നുമല്ല. ഇപ്പം ചൈന അതിൽ നിന്ന് വിഡ്രോ ചെയ്തു. അപ്പോൾ പിന്നെ ഇപ്പോൾ പാകിസ്ഥാനിൻ്റെ താല്പര്യം ആർക്കാം? ഇവർ അമേരിക്കയുടെ ആശ്രിതന്മാരെ ആയതുകൊണ്ട് അമേരിക്ക അവരെ ഒന്ന് സഹായിക്കും. അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒഫീഷ്യലി സഹായിക്കുന്ന ആരുമില്ല. നമ്മളാണ് പിന്നെ അവരെ സഹായിക്കുന്നത്. നമ്മളവർക്ക് എല്ലാവിധ സഹായവും കൊടുക്കുന്നുണ്ട്, പക്ഷെ ആയുധം കൊടുക്കുന്നില്ല. ആയുധം കൊടുത്ത് അതിൽ പങ്കാളികളാവാൻ നമുക്ക് തൽക്കാലം ഉദ്ദേശിക്കില്ല. ഭാവിയിലൊരു പക്ഷേ അത് ചെയ്തു എന്ന് വരും. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനം BLAയുടെ ഓപ്പറേഷൻസാണ്, അഫ്ഗാൻ്റെ ഓപ്പറേഷൻസ് അല്ല. അഫ്ഗാനും പാകിസ്ഥാനും തമ്മിൽ ഉടനെയെങ്കിലും ഈ ഡിസ്പ്യൂട്ട് തീരുകയുമില്ല. കാരണം അവരുടെ ഒരു അതിർത്തിയുണ്ട്. പണ്ട് സായിപ്പ് വരച്ച ഡുറൻഡ് ലൈൻ എന്ന് പറയുന്നത്, ആ ഡുറൻഡ് ലൈനിനെ ചൊല്ലിയുള്ള അതിർത്തി തർക്കം അവിടെ നിൽക്കുന്നു. അതുകൂടാതെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഓടിപ്പോന്ന അവർ മുസ്ലിങ്ങൾ തന്നെയാണ്, പക്ഷേ ഓടിപ്പോന്ന 17 ലക്ഷം പേര് പാകിസ്ഥാനുണ്ടെന്നാണ് പാകിസ്ഥാൻ ക്ലെയിം ചെയ്തത്. ഈ 17 ലക്ഷം പേരെ നിങ്ങൾ തിരിച്ചെടുക്കണം, ഇതാണ് പാകിസ്ഥാൻ്റെ ആവശ്യം. അഫ്ഗാനിസ്ഥാൻ അത് സമ്മതിക്കുന്നില്ല. അവരവിടുത്തുകാരാണ്, ഇങ്ങോട്ട് തല്ലി ഓടിച്ചാലൊന്നും ഞങ്ങൾ സമ്മതിക്കില്ല. കഴിഞ്ഞ വർഷം ഈ 17 ലക്ഷം പേരെ ബോർഡറിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അങ്ങോട്ടങ്ങ് തള്ളിവിടും എന്നൊരു ഭീഷണി പാകിസ്ഥാൻ നടത്തി. അങ്ങനെയാണെങ്കിൽ ബോർഡറിൽ വെച്ച് തന്നെ അവരെ വെടിവെച്ച് കൊല്ലും.
17 ലക്ഷമൊന്നും കാണിച്ച് പേടിപ്പിക്കേണ്ട എന്ന് അഫ്ഗാനിസ്ഥാൻ. എന്തുമായിക്കോട്ടെ, കുറേ അധികം പേരെ പാകിസ്ഥാൻകാർ ട്രക്കിൽ കയറ്റി അതിർത്തിയിലൊക്കെ കൊണ്ടുപോയി ഒരു ഷോയൊക്കെ നടത്തി. അന്ന് പിന്നെ അത് ഫൈനലി അതങ്ങ് സെറ്റിലായി. പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുന്നു. അത് ഫ്ലെയറപ്പ് ആവാതെ രണ്ട് കൂട്ടരും വിട്ടു. അതിനിടയ്ക്കാണ് ഇപ്പോൾ പാകിസ്ഥാൻ യാതൊരു പ്രകോപനവും ഇല്ലാതെ അങ്ങോട്ട് കയറി അടിച്ചിരിക്കുന്നത്. പ്രകോപനം ഇല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ എന്തെങ്കിലും കാരണം കണ്ടുപിടിക്കും അതിന്. ഞങ്ങൾ വെറുതെ അവനെ അടിച്ചതൊന്നുമല്ല, അവനിങ്ങനെ ചെയ്തു, പിച്ചി മാന്തി നുള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും കാരണം കണ്ടുപിടിക്കും. ബട്ട് ജനറലി സ്പീക്കിംഗ് വലിയ പ്രകോപനം ഇല്ലാതെയുള്ള ഒരു അടിയാണ് പാകിസ്ഥാൻ അടിച്ചത്. അപ്പം അത് ഇവരെ അഫ്ഗാനിസ്ഥാനെ നിലയ്ക്ക് നിർത്തുക, അവരുടെ ഓപ്പറേഷൻസ്, അവരുടെ ശക്തി കുറയ്ക്കുക. അഫ്ഗാനിസ്ഥാനെ ഇല്ലാതാക്കാനൊന്നും പറ്റില്ല, ഇങ്ങനെ അടിച്ചടിച്ച് നിർത്താനേ പറ്റുള്ളൂ എന്ന് പാകിസ്ഥാൻ വിലയിരുത്തുന്നു. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അടി കൊടുക്കുന്നു. തിരിച്ചടിക്കും എന്നൊക്കെ പറയുമ്പോൾ ഈ വലിയ പേടിയൊന്നും ഇപ്പോൾ പാകിസ്ഥാനിലുള്ളവർക്ക് ഇല്ല. കാരണം പേടിക്കാനുള്ളതെല്ലാം പേടിച്ച് കഴിഞ്ഞു. ഏത് നിമിഷവും മരിക്കും എന്നാണ് പാകിസ്ഥാനിലെ ഏകദേശം എല്ലാ പ്രോവിൻസിലെയും ആളുകൾക്ക് അറിയാം. ഇത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം, ഒരു നിയന്ത്രണവുമില്ല. നമ്മളെ ഈ നേരത്തെ സിറിയയൊക്കെ കടന്നില്ലേ, സിറിയയിൽ സംഭവിച്ചു, ലെബനനിൽ സംഭവിച്ചു, മറ്റേ ഇറാഖിൽ സംഭവിച്ചു. ഇതുപോലെയൊക്കെ മൊത്തം അവ്യവസ്ഥ, ആർക്കും ആരെയും വിശ്വാസമില്ലാത്ത, എല്ലാവരുടെയും കയ്യിൽ ആയതുകൊണ്ട് ആരാരെ വെടിവെക്കുമെന്ന് അറിയില്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആ ഏരിയ. അതായത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ബലൂചിസ്ഥാൻ നമുക്ക് പ്രത്യേക ഒരു രാജ്യമായിട്ട് തന്നെ കൂട്ടാം. കാരണം പ്രാക്ടിക്കലി അവർ വേറെ രാജ്യമാണ്. ഇവിടെ പാകിസ്ഥാൻ്റെ വലിയ ഭരണമൊന്നുമില്ല. ഫലത്തിൽ ബലൂചിസ്ഥാൻ അവരുടെ കയ്യിലാണ്. പാകിസ്ഥാൻകാർ ഉണ്ടെന്ന് വരുത്താനാണ് ഇടയ്ക്ക് എയർഫോഴ്സിൻ്റെ ഒരു വിമാനം അയക്കും. ഇവരുടെയൊക്കെ പ്രത്യേകത, ബലൂചിസ്ഥാന് എയർഫോഴ്സ് ഇല്ല, അഫ്ഗാനിസ്ഥാന് എയർഫോഴ്സ് ഇല്ല. ഇപ്പോൾ എയർഫോഴ്സാണല്ലോ ഒരു യുദ്ധത്തിലെ ഷോ എന്ന് പറയുന്നത്. ദൂരെ നിന്ന് വന്ന് ആകാശത്ത് നിന്ന് 4 ബോംബിട്ടിട്ട് തിരിച്ചു പോകുന്ന സംവിധാനം. ഇതാണ് മനുഷ്യനെ ഏറ്റവും അധികം ഭയപ്പെടുത്തുന്നത്. ഈ രണ്ട് കൂട്ടർക്കും ഈ സംവിധാനം ഇല്ല, പാകിസ്ഥാനും ഉണ്ട് താനും. അപ്പം അതുകൊണ്ട് പാകിസ്ഥാൻ തങ്ങൾക്കൊരു അപ്പർ ഹാൻഡ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് പെരുമാറുന്നു. അതിൻ്റെ ഒരു അടയാളമായിട്ടാണ് ഇപ്പോൾ അഫ്ഗാനിനെ അവരിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ 70ഓളം പേര് കൊല്ലപ്പെടാനുള്ള കാരണം അഫ്ഗാനിസ്ഥാൻ്റെ ഒരു ചാവേർ ആക്രമണം പാകിസ്ഥാനിൽ നടന്നിരുന്നു. അപ്പോൾ തിരിച്ചടി എന്ന നിലയിൽ അതിർത്തിയിൽ കൊണ്ട് വ്യോമാക്രമണം നടത്തുന്നതിൻ്റെ കാരണം അഫ്ഗാനിസ്ഥാനിൽ വ്യോമസേന ഇല്ല എന്നുള്ളതാണ്. പക്ഷേ അഫ്ഗാനിൽ ഈ ഖൈബർ പഖ്തൂൺഖ്വ മേഖലയടക്കം തെഹ്രീക്കെ താലിബാൻ പ്രവർത്തിക്കുന്നു, ഇപ്പുറത്തെ ബലൂജ് ലിബറേഷൻ ആർമി പ്രവർത്തിക്കുന്നു. ഇവിടെയൊക്കെ തന്നെ ഇന്ത്യയുടെ സഹായം ഉണ്ടെന്ന് കിട്ടുന്നു. ആധുനികമായ ആയുധങ്ങൾ ബലൂജ് ലിബറേഷൻ ആർമിയുടെ കയ്യിലുണ്ടെന്ന് ഖ്വാജ ആസിഫ് പ്രതിരോധ മന്ത്രി തന്നെ പറഞ്ഞു. അവിടുത്തെ സൈന്യം ഹാൻഡിക്യാപ്ഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിർത്തിയിൽ അഫ്ഗാൻ സേനയോ അതല്ലെങ്കിൽ ഈ ബലൂജികളോ ആക്രമണം നടത്തിയാൽ ഇന്ത്യയുടെ പിന്തുണയുണ്ട് എന്നുള്ള കാര്യം ഉറപ്പല്ലേ? അത് ഇന്ത്യയുടെ ഒരു മോറൽ പിന്തുണ ഉണ്ടാവും. മറ്റത് വെറും ആരോപണമാണ്. ഇന്ത്യ അവർക്ക് ആയുധം കൊടുക്കുന്നതൊക്കെ ഒരുപക്ഷെ അമേരിക്ക കൊടുക്കുക. അമേരിക്ക ഈ ഡബിൾ ഗെയിം കളിക്കുന്നതിൽ മിടുക്കന്മാരാണ്. പാകിസ്ഥാൻ അവരുടെ കൂടെയാണെന്ന് പറയും, അതേസമയം പാകിസ്ഥാനെ നിലയ്ക്ക് നിർത്താൻ വേണ്ടിയിട്ട് അഫ്ഗാനിസ്ഥാന് ആയുധം കൊടുക്കുകയും ചെയ്തു. അഫ്ഗാനിസ്ഥാൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള തോക്ക് ആരുടെയാണ്? അമേരിക്കയുടെ. അമേരിക്ക ഇട്ടിട്ട് പോയതാണ്. 2 ലക്ഷം ആയുധങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ ഉപേക്ഷിച്ചിട്ടാണ് അമേരിക്ക പോയത്. അപ്പം അമേരിക്ക ഈ ഡബിൾ ഗെയിമിൻ്റെ ഭാഗമായിട്ട് അഫ്ഗാനിസ്ഥാനും ഇത് കൊടുക്കുന്നു വരും, ആയുധം കൊടുക്കുന്നു വരും. നമ്മളായിട്ട് ആയുധം കൊടുത്തിട്ടില്ല അഫ്ഗാനിസ്ഥാൻ. നമ്മൾ അഫ്ഗാനിസ്ഥാനും തമ്മിൽ നല്ല റിലേഷനാണ്. അവർക്ക് നമ്മൾ ലോൺ കൊടുക്കുന്നുണ്ട്, അരി, ഗോതമ്പ്, ചാപ്പച്ച അവരൊക്കെ കൊടുക്കുന്നുണ്ട്. ബട്ട് ആയുധം നമ്മൾ കൊടുക്കുന്നില്ല. അപ്പോൾ വീണ്ടും ഈ അതിർത്തിയിൽ പ്രകോപനം ഉണ്ടായാൽ പാക് സൈന്യത്തിന് അങ്ങോട്ടേക്ക് കടക്കാൻ പറ്റില്ല, അസീം മുനീറിനും ടീമിനും അങ്ങോട്ട് എത്താൻ പറ്റില്ല എന്നുള്ളത് വ്യക്തമാണ് അല്ലേ? അത് ഈ മനസ്സമാധാനം നഷ്ടപ്പെട്ട ഒരവസ്ഥയാണ്. അസീം മുനീർ, ഷഹബാസ് ഷെരീഫ് ഇവരൊക്കെ കിടന്നുറങ്ങുന്നത് നാളെ കഴുത്തിന് മുകളിൽ തലയുണ്ടാകുമോ എന്ന് ഉറപ്പില്ലാതെയാണ് കഴിയുന്നത്. താമസിയാതെ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ അസീം മുനീർ പട്ടാള മേധാവിയായിട്ട് പാകിസ്ഥാനിൽ ചാർജ് എടുക്കും. ഷഹബാസ് ഷെരീഫ് ഇംഗ്ലണ്ടിൽ അവിടെ സ്ഥിരം പരിപാടിയാണല്ലോ. പൊളിറ്റിക്കൽ ബോസ് ഇംഗ്ലണ്ടിൽ പോയി അഭയം തേടി അവിടെ വീട് വെച്ച് കഴിയും. ഇതിൽ അവർ പ്രതീക്ഷിക്കാതെ അവർക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ കിടക്കുന്ന ഒരാൾ ഇമ്രാൻഖാനാണ്.
ഇമ്രാൻഖാനെ തുറന്നു വിട്ടില്ലെങ്കിൽ കുഴപ്പം, തുറന്നു വിട്ടാലും കുഴപ്പം. ആ തലവേദന അവർക്ക് ഇതുവരെ പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല. അയാളെ ജയിലിലിട്ടുകൊണ്ടിരിക്കുന്നു. വലിയ കഷ്ടമാണ് പാകിസ്ഥാൻ്റെ കാര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.